ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരു ദിവസം എനിക്ക് പരിചയമുള്ള ഒരു സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ സ്കൂളിലെ അച്ഛമ്മ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഒന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അച്ഛാ, 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറിയൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെമിനാർ എടുക്കാമെന്ന് പറഞ്ഞ ആൾ ബ്ലോക്കിൽ പെട്ട് കിടക്കാം. ഒരു അരമണിക്കൂർ എടുക്കും പുള്ളിയോട് എത്താൻ. അച്ഛാ, ഒരു അരമണിക്കൂർ പിള്ളേരോട് എന്തെങ്കിലും പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല. അച്ഛാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾ തന്നെ കയറുമ്പോൾ അവർ സ്ഥിരം കാണുന്നതാണ് ഞങ്ങളുടെ മുഖം. വേറൊരു മുഖം കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാവില്ല. അച്ഛാ, എന്തെങ്കിലും പറഞ്ഞാൽ മതി. ടീച്ചറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ക്ലാസ്സിൽ കയറി. ഏതാണ്ട് ഒരു 150ഓളം കുട്ടികളുണ്ട്. 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഒരുങ്ങാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് A4 സൈസ് പേപ്പർ എടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ അതൊരു 5-8 കഷണമായിട്ട് മുറിച്ചിട്ട് ഓരോ കഷണം പേപ്പറും ഓരോ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ചെറിയൊരു എക്സസൈസ് നിങ്ങൾക്ക് തരാം. വേറൊന്നുമല്ല, സ്വന്തം അപ്പനെയോ അമ്മയെയും പറ്റി ചെറിയൊരു നിർവചനം, ഒരു സൈഡിൽ അപ്പനും മറു സൈഡിൽ അമ്മയും, അങ്ങനെ എഴുതിയിട്ട് ചെറിയൊരു നിർവചനം എഴുതാൻ പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷമായി. കുട്ടികൾ അവരുടേതായ രീതിയിൽ അവരുടെ അപ്പനും അമ്മയെയും കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഓരോ നിർവചനങ്ങൾ ഇങ്ങനെ എഴുതി. അതിങ്ങനെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ കൗതുകം തോന്നി. കാരണം അത് നേരിട്ട് അവരുടെ മാതാപിതാക്കൾ വായിച്ചാൽ ചിലപ്പോൾ ചിലർ അപ്പം അവിടെ തലറിങ്ങി വരും. കാരണം അമ്മാതിരിയുള്ള വിവരണങ്ങളാണ് സ്വന്തം അപ്പനെയും അമ്മയെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അധികം ഒരു വിവരണങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ വാക്കിൽ ഒരു പയ്യൻ അപ്പനെയും അമ്മയെയും കുറിച്ച് സുന്ദരമായിട്ടുള്ളൊരു നിർവചനം എഴുതുകയുണ്ടായി. ഇത് വേറെ ഒന്നുമല്ല, അപ്പൻ ഈസ് ഈക്വൽ ടു ATM, അമ്മ ഈസ് ഈക്വൽ ടു സൂപ്പർ മാർക്കറ്റ്. വായിച്ചു കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാനിത് എഴുതിയവനൊന്ന് വിളിച്ചിട്ട് പറഞ്ഞാടാ, സ്വന്തം അപ്പനും അമ്മയെ പറ്റിയല്ലേടാ, ഇങ്ങനെയൊക്കെ എഴുതാമോ? അപ്പോൾ അവൻ വളരെ എൻ്റെ മുഖത്ത് നോക്കി വളരെ ഇങ്ങനെ ചിരിച്ച് കളിച്ചിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, ഒരു മാസം അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നേക്ക്, എന്നിട്ട് അച്ഛൻ പറ ഞാൻ ഈ എഴുതിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ ഈ എഴുതിയത് സത്യമാണെന്ന് അച്ഛൻ മനസ്സിലാവാച്ച. അപ്പോൾ അവൻ ഇച്ചിരി സങ്കടത്തോടെ എന്നാൽ തമാശ രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാശിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അപ്പൻ്റെ അടുത്ത് ചെന്നാൽ മതി. അല്ലാതെ എന്ത് കാര്യത്തിന് ചെന്നാലും അപ്പനെ ആട്ടിപ്പായിക്കും. തിന്നാനോ കുടിക്കാനോ ഉടുക്കാനോ വേണമെങ്കിൽ മാത്രം അമ്മയുടെ അടുത്ത് ചെന്നാൽ മതി. അല്ലാതെ ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ ചെല്ലുകയാണെങ്കിൽ അവർക്ക് നേരമില്ല അച്ഛൻ. അപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഒരു പ്രായോഗിക നിർവചനമല്ല അച്ഛാ. അപ്പൻ ATM ആണ്, അമ്മ സൂപ്പർ മാർക്കറ്റാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇതൊരു ആത്മപരിശോധനയുടെ സമയമാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് മുമ്പിൽ ഒരു ATMഉം ഒരു സൂപ്പർ മാർക്കറ്റുമായിട്ട് തരം താണു പോകുന്നുണ്ടോ? ശരിയാണ്, അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള കാശും നമ്മൾ കൊടുക്കണം. പക്ഷേ കാശും സാധനങ്ങളും മാത്രം കൊടുക്കുന്ന ഒരു ATMഉം സൂപ്പർ മാർക്കറ്റുമായി ഒരപ്പനും അമ്മയും കുടുംബത്തിൽ തരം താണു പോകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യം. ചില മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, അച്ഛൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അച്ഛൻ വളർന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടി വളർന്ന ഞങ്ങളുടെ മക്കൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന നിർബന്ധം ഞങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നതൊക്കെ, കാശ് ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കണമെന്നും പറയുന്നില്ല. പക്ഷെ അവരെ ബുദ്ധിമുട്ട് അറിയിച്ചു വളർത്തണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ബുദ്ധിമുട്ട് അറിയിച്ചാണ് വളർത്തിയത്. പലപ്പോഴും ഉണ്ടായിരുന്നിട്ടും ചിലതൊക്കെ ചില സമയത്ത് അവർ തന്നിട്ടില്ല. അത് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവർ നമ്മളെ പഠിപ്പിക്കാറ് എന്താണ്, നമ്മൾ ഒരപ്പനോ ഒരു അമ്മയാകാനുള്ളതാണ്. ആ സമയത്ത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് പരിശീലിപ്പിക്കാൻ പരിശ്രമിച്ച മാതാപിതാക്കളുടെ ആ ഒരു വലിയ നന്മ പലപ്പോഴും മക്കൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് ചോദിക്കുന്നത് എന്തും വാരിക്കോരി കൊടുക്കുക. അങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടമായി പോകുന്നത് നമ്മളുടെ തന്നെ മക്കളാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല പറയുന്നത്, അവരെ ബുദ്ധിമുട്ട് അറിയിച്ച് വളർത്തണം.